ടൈംസ് ന്യൂസിന്റെ വ്യക്തിവിശേഷങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നഗരത്തിരക്കുകൾ ഒട്ടുമില്ലാത്ത ഒരു നാട്ടിലേക്ക്. തിക്കും തിരക്കും ബഹളവുമൊക്കെ ഇല്ലാത്ത ഒരു നാട്. നാടൻ പാട്ടുകളുടെ അധിപനായ ചക്കുവള്ളി കുട്ടപ്പന്റെയും ശാസ്താംകോട്ട കായലിന്റെയും ഭംഗി ആസ്വദിച്ച് ആലപ്പുഴ എരപ്പൻപാറ വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ് യാത്ര. കഴിഞ്ഞ 14 വർഷമായി കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രിയങ്കരിയായി മാറിയ ഒരു അധ്യാപികയുടെ വിശേഷങ്ങൾ വ്യക്തിവിശേഷത്തിലൂടെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അതിരാവിലെ ആരംഭിച്ച ഈ യാത്ര ഏകദേശം 8 മണിയോടുകൂടി അവസാനിച്ചു. പ്രകൃതി സുന്ദരമായ ഈ സ്ഥലത്തെ കാഴ്ചകളൊന്ന് കാണാം. കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രിയങ്കരിയായ താഹ്ന ടീച്ചർ ഇതാണ്. 14 വർഷമായി അധ്യാപിക, വിദ്യാർത്ഥി, ഡാൻസ് മാസ്റ്റർ, ഡോക്യുമെന്ററി ഡയറക്ടർ, ഇംഗ്ലീഷ് ട്രെയിനർ, നാടക സംവിധായിക എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയാണ് ആലപ്പുഴ സ്വദേശിനി താഹിന. എന്നെ പോലെയുള്ള അധ്യാപകർക്ക് കൂടുതൽ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിനും വിദ്യാഭ്യാസ മൂല്യങ്ങൾ കുട്ടികളിൽ വരുംകാലങ്ങളിലും ഉറപ്പിക്കുന്നതിനും പ്രേരണയാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ അംഗീകാരങ്ങൾ. ബോധപൂർവവും ആസൂത്രിതവുമായ ഇടപെടൽ ഇല്ലാതെ തന്നെ കുട്ടികളെ തന്നിലേക്ക് ചേർത്ത് നിർത്തുവാൻ മികച്ച ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് കഴിയും. അത് ഇന്ന് പലരും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഭാഷാ വികസനവും വിദ്യാഭ്യാസ പുനർചിന്തനവും സാധ്യമാകണമെങ്കിൽ വ്യക്തമായ നയ രൂപീകരണത്തോടെ അറിവിനെ പ്രയോഗ പദ്ധതിയിൽ കൊണ്ടുവരികയും ജനാധിപത്യപരവും വികസനപരവും മതനിരപേക്ഷവുമായ വിദ്യാഭ്യാസ ലക്ഷ്യം ഏറെക്കുറെ സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന മേഖലകളെ രൂപീകരിക്കുകയും വേണം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന അധ്യാപക സമൂഹത്തെയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. നമുക്ക് അഭിമാനിക്കാം. നിശ്ചയദാർഢ്യത്തോടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇന്നും എന്നെപ്പോലുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള വ്യക്തിവിശേഷത്തിൽ പങ്കെടുക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരും തലമുറയിലെ അധ്യാപക സമൂഹത്തിനും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലും ബാംഗ്ലൂരിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ധാരാളം ക്ലാസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള താഹിന ടീച്ചർ കുട്ടികൾക്കും സഹ അധ്യാപകർക്കും ഒരുപോലെ പ്രിയങ്കരിയാണ്. സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സമയത്ത് താഹിന ടീച്ചറിന്റെ ഇടപെടൽ മൂലം ചിറയൻകീഴിലെ ഒരു സ്കൂൾ പൂർണ്ണമായും വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അവിടെ ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ ഞാൻ കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തൊരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അടുപ്പം എന്ന പേരിൽ ആരംഭിച്ചു. അപ്പൊ അവിടെ 30 കുട്ടികൾ മാത്രമുള്ള ഒരു പ്രേംനസീർ മെമ്മോറിയൽ LP സ്കൂൾ ഉണ്ടായിരുന്നു. 30 കുട്ടികളെ ഉണ്ടായിരുന്നു. ആ സ്കൂള് പിന്നെ അടുപ്പം പദ്ധതി നടപ്പാക്കുന്നതിന് ഭാഗമായി താഹില വന്ന ചെയ്ത സേവനം അവിടെ സ്കൂളിന് മാത്രമല്ല നാട്ടുകാർക്കെല്ലാം വളരെ വലിയ മതിപ്പുളവാക്കി. അവർ ചെയ്തത് സ്കൂള് വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളിലൂടെ അവിടെ രക്ഷിതാക്കളും കൂടി ആ നാടും ഒക്കെ വിപുലമായി പരിചയപ്പെടുകയും നല്ല സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് എന്നെ സമീപിച്ച് MLA ഫണ്ടൊക്കെ ഉപയോഗിച്ച് സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നേതൃത്വം കൊടുത്തു. പിന്നെ നല്ല വിദ്യാഭ്യാസം അവിടെ കിട്ടുന്നു എന്ന് രക്ഷിതാക്കൾക്ക് തോന്നുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. ആ രീതിയിൽ അവിടെ 30 വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഒരു കൊല്ലം കൊണ്ട് 158ഓളം വിദ്യാർത്ഥികളെ അടുത്ത വർഷത്തില് അഡ്മിഷൻ എടുത്തിരിക്കുന്നു. ഇന്ന് വളരെ നല്ല രീതിയിൽ ആ സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ സേവനം ഒരു വർഷക്കാലത്തോളം അവരുടെ നിർവഹിച്ചു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാത്രമല്ല രക്ഷിതാക്കളിലൂടെ നാട്ടുകാർക്കും അവര് ഒരു മികച്ച അധ്യാപികയായിട്ടാണ് അവിടെ അന്ന് വിലയിരുത്തിയത്. അതിലവര് ചെയ്യുന്നതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ വിദ്യാർത്ഥികളിലൂടെ പിന്നെ അവരുടെ രക്ഷിതാക്കളുടെ ചുറ്റുപാട് അത് ഞങ്ങളെ മുന്നോട്ട് വെച്ച അടുപ്പം എന്ന പദ്ധതിയുടെയും ലക്ഷ്യമായിരുന്നു. വിദ്യാർത്ഥികളിലൂടെ രക്ഷിതാക്കളെയും അങ്ങനെ ഒരു അടുപ്പം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവര്
ഒരു നല്ല സേവനമാണ് അവിടെ നിർവഹിച്ചത്. BRC, SSA എന്നിവയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും അധ്യാപകർക്കുമായി നിരവധി പ്രവർത്തനങ്ങളാണ് താഹിന നടത്തിയിട്ടുള്ളത്. താഹിന ടീച്ചർ ആറ്റിങ്ങൽ BRCയിൽ CRC കോർഡിനേറ്ററായിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളത്. എന്റെ കീഴിൽ വളരെ ആക്റ്റീവായിട്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സൗജന്യമായി നമ്മൾ ഓരോ സ്കൂളുകളിലും പോയിട്ട് കുട്ടികളെ സെലക്ട് ചെയ്തവർക്ക് സൗജന്യമായി പരിശീലനം കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് അതിന് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. ഹലോ ഇംഗ്ലീഷ് എന്ന പ്രോഗ്രാമിലൂടെ പൊതുവിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, അതായത് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് താഹിന ടീച്ചറുടെ സംഭാവനയായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് കാര്യം ഈ പൊതുവിദ്യാലയങ്ങൾ കുട്ടികളുടെ എണ്ണക്കുറവ് കാരണം അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. ചിറയൻകീഴ്, കൂന്തല്ലൂർ LP അവിടെ രക്ഷിതാക്കളോ ആരും തിരിഞ്ഞു നോക്കാതെ കുട്ടികളൊന്നും ഇല്ലാതെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ ആ സ്കൂളിന്റെ ചുമതല ആ ടീച്ചറെ ഏറ്റെടുക്കുകയും അവിടുത്തെ പ്രാദേശിക തലത്തിൽ, അതായത് സ്കൂളിൽ PTക്ക് പോലും വരാത്ത രക്ഷിതാക്കളെ അവരുടെ വീടുകളിൽ പോയി അവരുടെ വീടിന്റെ ഏരിയയിൽ കോർണർ PTA എന്നുള്ളൊരു സങ്കല്പത്തിൽ ഓരോ കോർണറിലും പോയി PTA വിളിച്ചു കൂട്ടി ആ പേരന്റ്സിനെ ബോധവൽക്കരിച്ചു. ഉള്ള കുട്ടികളുടെ ആക്ടിവിറ്റീസ് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. അങ്ങനെ ഒരു വലിയൊരു ചലഞ്ച് ചെയ്യാൻ സാധിച്ചു. പിറ്റേ വർഷം ആ സ്കൂളിൽ ധാരാളം അഡ്മിഷൻ കൂടാൻ സാധിച്ചു. അതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്. അടച്ചുപൂട്ടാൻ പോകുന്ന ഒരു വിദ്യാലയത്തെ അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പഴയ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ ടീച്ചറിന് സാധിച്ചു. എന്തായാലും ഏറ്റെടുക്കുന്ന പ്രവർത്തനം ഏതായാലും അത് വളരെ ആത്മാർത്ഥയോടുകൂടി ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. പാഠ്യ പദ്ധതികൾക്കൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും താഹിന ടീച്ചർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഡോക്യുമെന്ററികൾ, ഷോർട്ട് ഫിലിമുകൾ, നാടകങ്ങൾ എന്നിവയെല്ലാം അതിനുദാഹരണങ്ങളാണ്. എന്റെ കുഞ്ഞിനെ എന്താന്ന് വെച്ചാ അങ്ങ് ചെയ്തു. കുട്ടികൾക്കൊപ്പം കുട്ടികളെ പോലെ നിന്ന് പ്രവർത്തിക്കുവാൻ ഈ പ്രായത്തിലും ഇവർക്ക് കഴിയുന്നുണ്ട്. യാത്രകളെയും പാചകത്തെയും സുഹൃത്തുക്കളെയും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന താഹിന ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള അധ്യാപകരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ സർക്കാരുകളും സംഘടനകളും മുൻകൈ എടുക്കണമെന്നും ടൈംസ് ന്യൂസ് അഭ്യർത്ഥിക്കുന്നു.